പിതൃമോക്ഷങ്ങൾക്കായി പിൻതലമുറകളുടെ ബലിതർപ്പണം നിള ഏറ്റുവാങ്ങി. പൊന്നാനി ഭാരതപ്പുഴയിലെ കുറ്റിക്കാടും കുറ്റിപ്പുറം മിനി പമ്പയിലും തൃത്താലയിലും കർക്കടക മാസവാവുബലിക്കായി ആയിരങ്ങളെത്തി. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകിയതിനാൽ ഷവർ സംവിധാനമൊരുക്കിയാണ് ഇത്തവണ പൊന്നാനിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഭസ്മം എടുക്കുക. ഭസ്മം എടുത്ത് ആദ്യം ഭസ്മധാരണം നടത്തുക. സ്ത്രീകള് നെറ്റി, കഴുത്ത് ഈ രണ്ട് ഭാഗങ്ങൾ മാത്രമേ ഭസ്മം പൂശുവാൻ പാടുള്ളൂ. പുലർച്ചെ ആരംഭിച്ച ബലികർമ്മ ചടങ്ങുകൾ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇത്തവണ വലിയ തോതിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കുറ്റിക്കാട് ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും വിശ്വചൈതന്യ കുറ്റിക്കാടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുറ്റിക്കാട് ഭാരതപ്പുഴയോരത്ത് വാവുബലി കർമ്മങ്ങൾ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് കൂടിയതിനാൽ ഇത്തവണത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആശങ്കയിലായിരുന്നു. എന്നാൽ പുഴയിലെ ജലവിധാനത്തിൽ കാര്യമായ കുറവില്ലാതിരുന്നതിനാൽ കർമ്മ റോഡിൽ ഷവർ സംവിധാനം ഒരുക്കിയാണ് ഇത്തവണത്തെ ചടങ്ങുകൾ നടന്നത്. ഓരോ വർഷവും ബലിയിടാനായി എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതിനാൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. വാവുബലി കർമ്മങ്ങൾക്ക് ശശിധരൻ പുൽപ്പള്ളി നേതൃത്വം നൽകി. വെള്ളീരി ദേശം മരണാനന്തര കമ്മിറ്റിയുടെയും കുറ്റിപ്പാല മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. 3000-ലുപരി ഭക്തജനങ്ങൾ ഇന്നിവിടെ ബലിതർപ്പണം നടത്തി. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ എല്ലാ സംഘാടകരും വളരെ സജീവമായി ഈ രംഗത്തുണ്ടായിരുന്നു. കുറ്റിക്കാട് ക്ഷേത്രവും വിശ്വചൈതന്യ ക്ലബും വെള്ളേരി മരണാനന്തര കമ്മിറ്റിയും മാതാ അമൃതാനന്ദമയി കുറ്റിപ്പാല മഠവും സംയുക്തമായാണ് ഈ ഒരു ബലിതർപ്പണ കടമ്പ് സംരംഭം തുടങ്ങിയത്. ഇപ്പോഴും അത് വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അധികാരികളുടെയും അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് പൊന്നാനി നഗരസഭയുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രസിദ്ധമായ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രക്കടവിലും കുറ്റിപ്പുറം മിനി പമ്പയിലും ആയിരക്കണക്കിന് പേരാണ് കർമ്മത്തിനായി എത്തിയത്. ത്രിമൂർത്തി സംഗമമായ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രക്കടവിൽ ഏകദേശം 15,000-ലധികം പേർ ബലിതർപ്പണം നടത്തിയതായാണ് കണക്കുകൾ. മഴ ഒഴിഞ്ഞു നിന്നത് ബലിതർപ്പണ ചടങ്ങുകൾ സുഗമമാക്കി. 16ഓളം കർമ്മികളാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ഒരേ സമയം 1500ഓളം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തിരൂർ, വളാഞ്ചേരി സിഐമാരടക്കം 150ഓളം പോലീസുകാരും തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും റവന്യൂ ഉദ്യോഗസ്ഥരും ആരോഗ്യ വകുപ്പും തിരുനാവായിലെത്തിയ ഭക്തജനങ്ങൾക്ക് സുരക്ഷയൊരുക്കി. കുറ്റിപ്പുറം മല്ലൂർ ക്ഷേത്രക്കടവിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ 1000-ലധികം പേർ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4:30ഓടെ ആരംഭിച്ച ചടങ്ങുകൾ 10 മണിയോടെ സമാപിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മിനി പമ്പയിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു. കുറ്റിപ്പുറം പോലീസ്, ആരോഗ്യ പ്രവർത്തകർ, സിവിൽ ഡിഫൻസ് ടീം, കുറ്റിപ്പുറം യൂണിറ്റ് പോലീസ് വോളണ്ടിയർ ടീം, ലൈഫ് ഗാർഡ് തുടങ്ങിയവർ മല്ലൂർ ക്ഷേത്രക്കടവിൽ സുരക്ഷയൊരുക്കി. പോട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും വിവിധ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രക്കടവുകളിലും ബലിതർപ്പണത്തിനായി സൗകര്യമൊരുക്കിയിരുന്നു. തൃത്താല വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം ക്ഷേത്ര പരിസരത്തും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണത്തിൽ 2000ഓളം പേരെത്തി. ബലിതർപ്പണ ചടങ്ങുകൾക്ക് മണികണ്ഠൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 9 മണിയോടെ ചടങ്ങുകൾ അവസാനിച്ചു. ശക്തമായ ഒഴുക്കുള്ളതിനാൽ ചടങ്ങുകൾക്ക് പുഴയിൽ ഇറങ്ങരുതെന്ന് വിലക്കുണ്ടായിരുന്നു. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വകുപ്പ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംഘം പുലർച്ചെ മുതൽ തന്നെ ക്യാമ്പ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് NCV.